പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വലിയ ഞെരുക്കത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? രോഗപീഠകൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ? സാമ്പത്തിക ഞെരുക്കങ്ങൾ നിങ്ങളെ വീർപ്പുമുട്ടിക്കുന്നുണ്ടോ? പരിഹാരം നിങ്ങളുടെ തൊട്ട് അടുത്തുണ്ട്. നിങ്ങളുടെ കയ്യെത്തുന്ന അകലത്തിൽ ആ പരിഹാരമുണ്ട്. ആ പരിഹാരത്തെ നാം കണ്ടെത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഞാനൊരു കഥ പറയാം. കഥയിലൊരു ചരിത്ര സംഭവമാണത്. ഒരു ദിവസം സന്ധ്യയോടുകൂടെ യേശു അന്നത്തെ ജനങ്ങളോട് ഒത്തുള്ള പ്രസംഗവും മറ്റു കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് സന്ധ്യയോടെ വിശ്രമിക്കാനുള്ള സമയമായി. ജനക്കൂട്ടം കൂടെയുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് കടലിന് അക്കരെ പോകാം. ശിഷ്യന്മാർ ഗുരു പറഞ്ഞ കാര്യത്തെ അനുസരിച്ചുകൊണ്ട് അവർ ഇരുന്ന ആ വള്ളത്തിൽ തന്നെ അവനുമായി മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. മറ്റു വള്ളങ്ങളുമെല്ലാം കൂടെയുണ്ട്. ഏതാനും ആളുകൾ അവനോടൊപ്പം മറ്റു വഞ്ചിയിൽ ഇവരുടെ പുറകെ വരുന്നുണ്ട്. ശിഷ്യന്മാർ മറുകരയിലേക്ക് ഗുരുവുമായി യാത്ര ചെയ്യുകയാണ്. യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാവുന്നു. ഇവർ യാത്ര ആരംഭിക്കുമ്പോൾ കടൽ ശാന്തമാണ്. മുന്നോട്ട് അല്പം നീങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു അമരത്ത് തലചായ്ച്ച സമയത്ത് കടൽ പ്രക്ഷുബ്ധമാകുകയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ശിഷ്യന്മാരാണ് യേശുവിൻ്റെ കൂടെയുള്ളത്. നമുക്കറിയാം, കടലിനെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. കടലിൻ്റെ ഓരോ മുക്കും മൂലവും അളന്ന് കുറിച്ച് വലയെറിയുന്ന മുക്കുവന്മാരാണ്. അതുകൊണ്ട് കടലിനെക്കുറിച്ച് അവരെ പ്രത്യേകിച്ച് ആരൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട. പക്ഷേ കൊടുങ്കാറ്റ് വന്നു, കടൽ പ്രക്ഷുബ്ധമായി, തിരമാലകൾ ഉയർന്ന് പൊങ്ങി, വഞ്ചിയിലേക്ക് വള്ളത്തിലേക്ക് വെള്ളം കയറി. ഇവരാകെ ഭയന്ന്, ആകെ പേടിച്ച് വിറച്ച് മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുമ്പോഴാണ് ശിഷ്യന്മാർ പരസ്പരം നോക്കി, ഇനി എന്ത് ചെയ്യും? മരണം തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ കാണുന്നത്, അമരത്ത് തലയിണ വെച്ച് തലയിണയിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഈ കാറ്റും കൊടുങ്കാറ്റും ഈ വെള്ളമൊക്കെ അടിച്ചു കയറുന്ന സമയത്ത് ഒരാളങ്ങനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവൻ സൃഷ്ടാവാണ്. അവനറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇവർക്കറിയില്ല. അതുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത്. ഇവർ തട്ടി വിളിച്ചു, ഗുരു എഴുന്നേൽക്ക്, നീ ഇത് കാണുന്നില്ലേ? ഞങ്ങൾ മരിക്കാൻ പോകുന്നു. യേശു വളരെ ശാന്തമായി എഴുന്നേറ്റ് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ വിശ്വാസം ഉള്ളത് ആരോടാണ്? ദൈവത്തോട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഗുരുവിനോട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നുള്ളതാണ് അവൻ്റെ ചോദ്യം. യേശു കടലിനോട് പറയുന്നു, ശാന്തമാകുക. കാറ്റിനോട് പറയുന്നു, അടങ്ങുക. കാറ്റടങ്ങി, കടല് ശാന്തമായി. ശിഷ്യന്മാര് മരണഭീതി അകന്നു. അവൻ സൃഷ്ടാവും നമ്മൾ സൃഷ്ടികളുമായതുകൊണ്ടിട്ടാണ്. സൃഷ്ടികൾ സൃഷ്ടാവിനോട് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. വള്ളത്തിൽ ശിഷ്യന്മാർക്ക് ലഭിച്ച ഈ ആനുകൂല്യം, ആ ഒരു ശാന്തത, ആ ഒരു സംരക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും ഒക്കെ നമ്മളെ അനുനിമിഷം ഭയപ്പെടുത്തുന്നുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. അവിടെയെല്ലാം നാം ആശ്രയിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. അത് യേശുവിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്റെ ജീവനെയും ജീവിതത്തെയും നീ സമർപ്പിക്കുക. നിന്റെ ജീവിതത്തിലെ ആകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അകന്നു പോകും. നിനക്ക് വിശ്വാസമില്ലേ എന്നുള്ള അവൻ്റെ ചോദ്യം നിന്റെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. ഞാൻ ഈ പറഞ്ഞ കടലിനെ ശാന്തമാക്കിയ സംഭവം മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും എല്ലാ സുവിശേഷങ്ങളിൽ നമ്മൾ പലതവണ വായിച്ചിട്ടുള്ളതാണ്. നമുക്ക് അറിവുള്ള കാര്യമാണ്. നാം അത് ഹൃദ്യസ്ഥമാക്കാത്തത് കൊണ്ടിട്ടാണ് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയാത്തത്. യേശുവിൻ്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് ഇനിയും കടന്നു പോകാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.